സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന് കോതമംഗലത്ത് തുടക്കമായി മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. 6 വേദികളിലായി നടക്കുന്ന കലാകായിക മത്സരങ്ങൾക്ക് ഈ മാസം 9-ാം തീയതി സമാപനമാകും. അമ്പത്തൊമ്പത് കലാമത്സരങ്ങളും 118 കായിക മത്സരങ്ങളുമാണ് വിവിധ വേദിയിൽ അരങ്ങേറുക. കലാസാംസ്കാരിക രംഗത്തെ പ്രതിഭകളായ MT വാസുദേവൻ നായർ, KPSC ലളിത, ഇന്നസെന്റ് എന്നിവരുടെ സ്മരണ ഉണർത്തുന്ന 6 വേദികളിൽ കലാമത്സരങ്ങൾ നടക്കും. കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജ്, സെന്റ് ജോർജ് സ്കൂൾ മൈതാനം തുടങ്ങിയ 8 വേദികളിലായിരിക്കും കായിക മത്സരങ്ങൾ. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഗ്രാമപഞ്ചായത്ത് തലം മുതൽ വരെ സംഘടിപ്പിക്കുന്ന മത്സരങ്ങളുടെ സംസ്ഥാനതല മത്സരങ്ങൾക്കാണ് കോതമംഗലത്ത് തുടക്കമായത്. നോ പറയാം മയക്കുമരുന്നിനോട്, ചേർത്ത് പിടിക്കാം നമ്മുടെ നാടിനെ മുദ്രാവാക്യമുയർത്തിയാണ് ഇത്തവണ കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. മന്ത്രി പി രാജീവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്നിനെതിരെ ജനമുന്നേറ്റം ഉയരണമെന്ന് മന്ത്രി. നോ പറയാം മയക്കുമരുന്നിനോട്, ചേർത്ത് പിടിക്കാം നമ്മുടെ നാടിനെ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു മുദ്രാവാക്യമാണ് യുവജനക്ഷേമ ബോർഡ് ഇതിന്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുള്ളത്. നഗരത്തിൽ നടന്ന വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് കേരളോത്സവത്തിന് തുടക്കം കുറിച്ചത്. കോതമംഗലം MLA ആന്റണി ജോൺ അധ്യക്ഷനായ പരിപാടിയിൽ യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ S സതീഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടം തുടങ്ങിയവർ ഭാഗമായി. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഗായകൻ വിധു പ്രതാപും സംഘവും അവതരിപ്പിച്ച് ഗാനമേള അരങ്ങേറി. വെള്ളിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. 24 കൊച്ചി.